അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാത്തു. എല്ലാ സ്വപ്നങ്ങളും തകിടം മറിച്ച സീനത്ത് പാവം ആ ഉമ്മയുടെയും മകൻ്റെയും കണ്ണീരും ഏൽക്കുവാൻ അതാ അവള് തയ്യാറായി എന്ന് തന്നെ പറയാം. കാരണം ഷെഫി ഉസ്താദിൻ്റെയും ഉമ്മയുടെയും കണ്ണീര് തട്ടിയതാണ് സീനത്തിന്. ഇപ്പോഴിതാ ഷമീറിൻ്റെയും ഉമ്മയുടെയും കണ്ണുനീരും അവൾക്ക് തട്ടുന്ന അവസ്ഥയാണ്. എന്നാൽ അവൾ പറയുന്നത് ഇങ്ങനെയാണ്: എന്താ നിങ്ങളീ പറയുന്നത്? നിങ്ങളൊക്കെ എന്നെ കെട്ടിച്ചു വിടും, എന്നിട്ട് ഞാനൊരു അടിമയെ പോലെ ജീവിക്കുക, അതല്ലേ നിങ്ങളൊക്കെ ഉദ്ദേശിക്കുന്നത്? നടക്കൂല കേട്ടോ, ഒരിക്കലും നടക്കൂല. എന്താ ഈ പെണ്ണിനെന്താ ആണിൻ്റെ അത്ര സ്ഥാനമാനങ്ങളൊന്നും ഇല്ലേ? പെണ്ണെന്ന് പറഞ്ഞാൽ എന്താ, എല്ലാവരെയും മുൻപിൽ ചവിട്ടി താഴ്ത്തേണ്ട ഒരു വസ്തുവാണോ പെണ്ണെന്ന് പറഞ്ഞാൽ? പെണ്ണ്, ഞാനൊരു പെണ്ണതിൻ്റെ പേരിൽ നിങ്ങളെന്നെ കെട്ടിച്ച് വിടുക, എന്നിട്ട് അവർ പറയുന്ന പോലെ ഹിജാബ് ധരിക്കുക, അടങ്ങി ഒതുങ്ങി ജീവിക്കുക, അതൊന്നും എന്നെ കൊണ്ട് പറ്റൂല. അതൊക്കെ എവിടുത്തെ നിയമ? പെണ്ണിനും ആണിനും ഒരേ നിയമം തന്നെ ഇവിടെ ഉണ്ടായുള്ളത്. അതിനു വേണ്ടി പല സമരങ്ങളും നടക്കുന്നുണ്ട്. എനിക്ക് ആ ഒരു ചിന്താഗതിയാണുള്ളത്. അല്ലാതെ ഒരാൾ കെട്ടി എന്നിട്ട് അവരെ പേടിച്ച്, അവരെ ഭയന്ന്, അവരെ ഉമ്മാനെ പേടിച്ച് അവിടുത്തെ പണിയും ചെയ്ത് ഇങ്ങനെ ജീവിക്കണം എന്ന് എനിക്ക് ഒരു നിർബന്ധമില്ല. നിങ്ങളെല്ലാവരും എന്നെ അതിന് വേണ്ടിയിട്ടാണ് കൊണ്ടുവിടുന്നത്, അല്ലാതെ വേറൊന്നുമല്ല. എന്താന്നില്ലേ, അതെ, സീനത്തിൻ്റെ പേര് മാറ്റേണ്ടി വരും അങ്ങനെയൊക്കെയാണെങ്കിൽ. എന്നാൽ ഉമ്മ പറഞ്ഞു, എടി ഒരിക്കലും പേര് മാറ്റിയിരുന്നല്ലോ എൻ്റെ. എന്തായിരുന്നു എൻ്റെ പേര്? അനുശ്രീയോ? എന്തായിരുന്നു ആ പേരൊക്കെ മാറ്റി വീണ്ടും തിരിച്ചു വന്നു. ഞങ്ങളെ മനസ്സ് അല്പം ദയുണ്ടായതുകൊണ്ട് തിരിച്ചു കയറ്റി. അല്ലാന്നുണ്ടെങ്കിൽ ഒരു കുട്ടി അകത്തേക്ക് കയറ്റൂല. കണ്ണി കണ്ട ആണുങ്ങളൊപ്പം പോയി കാട്ടിക്കൂട്ടി വന്നിട്ട് എന്താ പെരീക്ക് കയറ്റുന്ന പരിപാടി ഞങ്ങൾ പാവങ്ങളായതുകൊണ്ട് കയറ്റി. അല്ലെങ്കിൽ പുറത്തിട്ട് പൂട്ടിലേക്കാരനെ കരുതിക്കോ. ഉമ്മ നിങ്ങൾ വല്ലാതെ നെളിയണ്ട. അതെ, ഞാൻ പോവില്ല ഷമീറിൻ്റെ വീട്ടിലേക്കൊന്നും. എനിക്ക് അയാളെ വേണ്ടേനു. എന്താന്നില്ല, കൊച്ചു കുടലിലേക്ക് ഞാനങ്ങനെ പോവുമല്ലേ. എന്താന്നില്ലേ, ഞാൻ പോവില്ല. എനിക്ക് കുറേ കാര്യങ്ങളൊക്കെ ചെയ്യാണ്ട്. എനിക്കൊരിക്കലും മുസ്ലിം പെണ്ണുങ്ങളെ കാട്ടിക്കൂട്ടലൊന്നും എനിക്ക് ഇഷ്ടമല്ല. എന്താ എല്ലാവരും പറയണത്? എല്ലാവരും തട്ടമിട്ട് നല്ല രീതിയിൽ മുഖം മറച്ച് ആണുങ്ങളെ മുടി കാണിക്കാൻ പാടില്ല, അത് കാണിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് എന്താ ഇപ്പോൾ ആണും പെണ്ണും തമ്മിലുള്ള വ്യത്യാസം? എനിക്ക് അങ്ങനത്തിനോട് ഒരു താല്പര്യമില്ല. പൊന്നാര പെണ്ണ്, ഇസ്ലാമിൽ ചില നിയമങ്ങളൊക്കെ ഉണ്ട്. മുസ്ലിം പെണ്ണുങ്ങൾക്ക് അതിൻ്റേതായ രീതിയിൽ അതിനനുസരിച്ച് നമ്മൾ ജീവിക്കൽ നമ്മളെ കടമ തന്നെയാണ്. പിന്നെ കുറേ തട്ടിട്ട് മൊക്കിനിട്ട് നടന്നാൽ വലിയ കാര്യമാണെന്ന് എല്ലാവരും വിചാരം. അതിനെ കിട്ടൂല കേട്ടോ. എൻ്റെ പൊന്നാര പെണ്ണ, എനിക്ക് സ്വർഗം വേണ്ടേ? എനിക്ക് സ്വർഗ്ഗമല്ല നരകമായാലും കുഴപ്പമൊന്നുമില്ല. എന്താന്നില്ലേ, എപ്പോഴും ഇതന്നെ, തട്ടിടണം, അത് മറക്കണം, ഇത് മറക്കണം, പുറത്ത് പോകുമ്പോൾ അങ്ങനെ ചെയ്യണം, ഇങ്ങനെ ചെയ്ത് കേട്ട് മടുത്തേക്കണ്. അയാളും എന്നോട് വന്ന് പറഞ്ഞെന്താന്നോ, എൻ്റെ കൂടെ ജീവിക്കുമ്പോൾ കുറച്ച് ഡിമാൻഡ്സ് ഉണ്ട്. ഹിജാബ് ധരിക്കണം, മുടി കാണരുത്, ഉമ്മ പറഞ്ഞ അനുസരിക്കണം, സമ്മതമില്ലാതെ പുറത്തേക്ക് പോകരുത്. അങ്ങനെയൊക്കെ എന്തിനാ പിന്നെ ഞാനിപ്പോൾ എന്തിനാ അവിടെ പോയിക്കണം? എന്താന്നില്ല, എനിക്ക് എൻ്റെ ഇഷ്ടത്തിന് ജീവിക്കണം. മാപ്പിള ഇല്ലെങ്കിലും വേണ്ടിയില്ല, ഒറ്റയ്ക്ക് ജീവിക്കുക, അതന്നെ അന്തസ്സ്. കുറേ മാപ്പിള ഉണ്ടായിട്ട് ഇപ്പോൾ എന്താ? എടി, മാപ്പിള ഉണ്ടായിട്ടും ഈ മറ്റൊരുത്തൻ്റെ കൂടെ പോയിരുന്നു. ആ എന്തിനു വേണ്ടിയിട്ടായിരുന്നു? അതിൻ്റെ ഇഷ്ടം. എനിക്ക് അങ്ങനെയൊക്കെ തോന്നി, അപ്പോൾ ഞാനവിടെ പോയത്. ആരും എന്നെ ചോദ്യം ചെയ്യാൻ വരണ്ട. എന്നാൽ പെട്ടെന്ന് അത് കേട്ടുകൊണ്ട് ഉപ്പ വന്നു. സീനത്തെ, നീ ആരോടോ സംസാരിക്കുന്ന ഓർമ്മ വേണം. അന്നെ പെറ്റ ഉമ്മയാണത്. നീ എന്തൊക്കെയാ പറയുന്നത്? ബാപ്പാ, ഇങ്ങളുടെ കാര്യത്തിൽ ഇടപെടണ്ട, എനിക്കുണ്ട് കുറച്ച് കാര്യങ്ങളൊക്കെ. എന്താന്നില്ലേ? എന്നാൽ ഉമ്മ സങ്കടത്തോടെ പറഞ്ഞു, ആയിക്കോട്ടെ, എടുത്ത് ഞങ്ങൾക്ക് കിട്ടേണ്ടതാണ്. ഈ അങ്ങനെയൊക്കെ പോയിട്ട് എന്നെ വീണ്ടും ഞങ്ങൾ സ്വീകരിച്ചതിൻ്റെ പ്രതിഫലമാണിത്. നന്നായി അത്. എടി പോളെ, നീ കേട്ടോ, ഒരിക്കലും ഒരു പെണ്ണിനാണാൻ കഴിയൂല. അനക്ക് ആണുങ്ങളെ പോലെ നടക്കാനുള്ള ഇഷ്ടം ഒരിക്കലും നടക്കൂല. കാരണം മാസത്തിൽ 6-7 ദിവസം പെണ്ണിന് നിർബന്ധമായി ഉണ്ടാകുന്ന സംഭവമുണ്ട്. അത് ആണിനുണ്ടോ? ഒരിക്കലുമില്ല. ആ സമയത്ത് നമുക്ക് ഇറങ്ങിപ്പോകാനും ഓടിച്ചാടി പോകാനും ഒന്നും കഴിയൂല. നമ്മൾ കുറച്ച് അടങ്ങി ഒതുങ്ങി നിൽക്കുക തന്നെ വേണ്ടി വരും. ആണും പെണ്ണും രണ്ട് നിലയ്ക്ക് തന്നെയാണ് പഠിച്ചത് സൃഷ്ടിച്ചിരിക്കണത്. ഒരിക്കലും ആണിൻ്റെ പോലെ ആവാൻ എനിക്ക് ആവൂല. ഞാനിപ്പോൾ ആണാണെന്നൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. എടി, ഇന്നാലും ഇജ്ജ് പറഞ്ഞല്ലോ ഇസ്ലാമികമായിട്ട് നിയമപരമായിട്ട് എനിക്ക് ജീവിക്കാൻ ഇഷ്ടമില്ലാന്ന്. അതൊക്കെ ശരി തന്നെ. എന്താപ്പോൾ തട്ടടാ നടന്നു വിചാരിച്ചിട്ട് ഞാൻ നടക്കൊന്നുമില്ല. പർദ്ദയും ഹിജാബും ഇതൊന്നും ഇട്ടിട്ട് എന്താന്നില്ലേ, ഞാൻ ഇഷ്ടപ്പെട്ട പാൻറ്റും ഷർട്ടും ചെറിയ ഷോർട്ട്സൊക്കെ ഇട്ട് നടക്കും. അതിനിപ്പോൾ എന്താ? എൻ്റെ പൊന്നാര മോളെ, ഞങ്ങളെ മോളാന്ന് വെച്ചാൽ ഒന്ന് പറപ്പിച്ചാൽ മതി. ഇത് വേണ്ട, ഞാൻ പറയണില്ല. നിങ്ങൾ ഇപ്പാൻ്റെ മോളല്ല ഞാൻ, പോരെ? ഞാൻ എൻ്റെ ഇഷ്ടത്തിൽ നടന്നോളാം. എനിക്ക് എൻ്റെ ഫ്രണ്ട്സുകളൊക്കെ ഉണ്ടാവും. ഹോസ്റ്റലിൽ എവിടെയെങ്കിലുമൊക്കെ പോയി ഞാൻ ജീവിച്ചോളാം. എടി, ഇജെൻ്റെ കുട്ടീനെ ഇട്ടുകാണ്ട് അങ്ങനെയൊക്കെ. കുട്ടീനെ കൊണ്ടുപോയിക്കോട്ടെ, കുട്ടീനെ ആർക്ക് വേണം? കുട്ടി ഉണ്ടതല്ലല്ലോ. ഞാൻ പോയപ്പോൾ കുട്ടി ഉണ്ടേനോ?
പിന്നെ ഷെഫി ഉസ്താദ് എനിക്കൊരു കുട്ടീനെ തന്നു വിചാരിച്ച് കണ്ട് അതിനെ കാലാകാലം നോക്കി 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 ഞാൻ വളർത്തി ഉണ്ടാക്കി എൻ്റെ സ്വപ്നങ്ങളെല്ലാം അവന് വേണ്ടി മാറ്റിവെച്ച്. അതൊക്കെ പണ്ടത്തെ കഥകൾ നിങ്ങൾ വായിച്ചിട്ടുണ്ടാവുള്ളൂ. സീനത്തെ അത്തരക്കാരിയല്ല. കുട്ടീൻ്റെ ബാപ്പാക്ക് വേണ്ടെങ്കിലേ ഉമ്മാക്കും വേണ്ട കുട്ടീനെ. മോളെ ഈ അങ്ങനെ പറയാൻ പാടില്ല, ഈ പെറ്റ കുട്ടിയല്ലത്. എനിക്ക് അറിയില്ല അതിൻ്റെ ഇടങ്ങാറൊക്കെ എത്രമാത്രം ഈ അനുഭവിച്ചതാന്ന്. എത്ര സമയം ലാബ് റൂമിൽ കിടന്ന് പിടഞ്ഞിക്കണ്. അവസാനം ഷെഫി ഉസ്താദിൻ്റെ എന്തോ ഒരു പ്രാർത്ഥന കൊണ്ടും ഒക്കെയാണല്ലോ നീ അതൊക്കെ നിങ്ങൾ വിശ്വസിച്ചാണ്. അതൊക്കെ അന്ധവിശ്വാസമാണ്. ഷെഫി ഉസ്താദ് അവിടുന്ന് പ്രാർത്ഥിച്ച് വിചാരിച്ചാൽ എനിക്കിവിടെ കിട്ടല്ലേ എന്താന്നില്ലേ. നിങ്ങളൊക്കെ പറയുന്നത് കേട്ടാൽ ഞാനിങ്ങനെ നിങ്ങളെ അന്ധവിശ്വാസമായിട്ട് നടക്കണം. ഇന്നെക്കൊണ്ട് അതിനെ കഴിയൂല. പൊന്നാര മോളേജ് അങ്ങനൊന്നും പറയല്ലേ. പണ്ഡിതന്മാരാണ് അവരൊക്കെ, ഖുർആൻ പഠിച്ചോലാണ്. ഓലൊക്കെ എന്ത് പറഞ്ഞാലും അത് അള്ളാഹു സ്വീകരിക്കും. നമ്മളെ സാധാരണ പോലെയല്ല. ഏത് പണ്ഡിതന്മാരാണെങ്കിലും അല്ലെങ്കിലും എനിക്കതിലൊന്നും വിശ്വാസമില്ല. കുറേ ദ്വാരന്ന് എനിക്കത് ഇന്നെ അയാളങ്ങനെ കാട്ടി കൂട്ടിയിട്ടുണ്ടല്ലേ. ഞാൻ നിന്നിട്ടില്ലല്ലോ. എന്തിനാ ഗർഭിണിയാക്കാൻ നിന്നത്? അതുകൊണ്ട് തന്നെയല്ലേ. ഏതായാലും എനിക്ക് കുട്ടിയൊന്നും വേണ്ട. എനിക്ക് പഠിക്കാനൊക്കെ പോകണം. ഞാൻ ഇവിടെ നിൽക്കണമില്ല. മോളെ ജടങ്ങി നിൽക്ക്. പിന്നുണ്ടല്ലോ നമ്മളെ മോൻ്റെ കല്യാണം നോക്കണുണ്ട്. മോന് ഷാഹുൽ കല്യാണക്കാര്യത്തെക്കുറിച്ച് പറയുമ്പോൾ ഉമ്മ ഇത്തവിടെ നിൽക്കുമ്പോഴേ ഞാൻ എങ്ങനെയാണ് കല്യാണം കഴിക്കുക എന്നാണ് പറഞ്ഞത്. ഞാൻ ഇവിടുന്ന് പോയിട്ട് സുഖിക്കണം അല്ലേ. ഞാൻ ഇവിടുന്ന് പോയിട്ട് ഓൾക്ക് രണ്ടാക്കും സുഖിക്കാനായിരിക്കും. അതെ സീനത്ത് വല്ലാതെ അങ്ങോട്ട് ഇറങ്ങിപ്പോകില്ല കേട്ടോ. പിന്നെ ഷാഹുൽ കല്യാണം കഴിച്ചിട്ട് കൊണ്ടുവരട്ടെ, ഞാൻ കാട്ടി കൊടുക്കാം ഓളെ. മോളെ ഇജ് ഏതായാലും ഇങ്ങനെ നിൽക്കുകയാണ്. ഇനി മറ്റുള്ളവരുടെ ജീവിതം കൂടി നശിപ്പിക്കല്ലേ. ഞാൻ നശിപ്പിക്കണമൊന്നുമില്ല. എന്താ ഓല് കല്യാണം കഴിച്ചിട്ട് എനിക്കിപ്പോൾ എന്താ. പക്ഷേ ചില കാര്യങ്ങളൊക്കെ ഉണ്ട്, അതിനനുസരിച്ച് നിൽക്കേണ്ടി വരും. അങ്ങനെയാണല്ലോ എന്നോട് ഷമീർ പറഞ്ഞത്. ചില കാര്യങ്ങളൊക്കെ ഉണ്ട്, അതിനനുസരിച്ച് നിൽക്കുകയാണെങ്കിൽ നിന്നെ ഞാൻ പൊന്നുപോലെ നോക്കുന്നു. അങ്ങനെ ഓളും വരട്ടെ, നോക്കാൻ അമിതമായ സ്വാതന്ത്ര്യങ്ങൾ കൊടുക്കുന്നുണ്ടോ എന്നൊക്കെ. ഇജ് പ്രശ്നത്തിൽ നിൽക്കല്ലേ. ആ ചെക്കന് കല്യാണം കഴിച്ച് കൊണ്ടുവരട്ടെ. എന്നാൽ അതാ നമ്മുടെ ഷാഹുൽ അത് കേട്ടുകൊണ്ടാണ് അങ്ങോട്ട് കയറി വന്നത്. തൻ്റെ കല്യാണത്തിൻ്റെ വിഷയമാണല്ലോ ചർച്ച. ഉമ്മ എന്താ? ഒന്നുമില്ല. ഇവിടെ പല ആളുകൾക്കും പല നിയമമാണ്. ഷാഹുലിൻ്റെ പെണ്ണുങ്ങൾക്ക് ഇവിടെ വേറെ നിയമമായിരിക്കും, മോളാ എനിക്ക് വേറെ ആയിരിക്കും. അതിനൊക്കെ ചോദ്യം ചെയ്യേണ്ടി വരും ചിലപ്പോൾ ഞാൻ. അതാ ഞാൻ പറഞ്ഞത്. പ്ലീസ് സീനത്തെ ദയവായി ഇക്കാൻ്റെ കുട്ടി പ്രശ്നമൊന്നും ഉണ്ടാക്കല്ലേ. ഇക്കാൻ്റെ കുട്ടിക്ക് ഇഷ്ടമില്ലാത്തത് ഞാൻ ചെയ്യൂല. ഇക്ക നല്ല രീതിയിൽ തന്നെ നമുക്ക് നല്ല ഒരു പെണ്ണിനെ കൊണ്ടുവരണം എന്നാണ് ആഗ്രഹം. പിന്നെ ഒരിക്കൽ പോലും നിന്നെ ഞാൻ വിഷമിപ്പിക്കില്ല. നീ എൻ്റെ പെങ്ങളും അവൾ എൻ്റെ ഭാര്യയാണെങ്കിലും രണ്ടുപേരും ഒരുപോലെ തന്നെ ഞാൻ കാണുള്ളൂ. അല്ലാതെ ഒരിക്കൽ പോലും അത് ഇപ്പോഴൊക്കെ പറയും കല്യാണം കഴിഞ്ഞാൽ കാണാം. അതൊക്കെ തലാണ് തിരയിലേക്കാരം. എന്നാൽ പെട്ടെന്ന് ഉമ്മ അങ്ങോട്ട് വന്നു. എന്ന് കരുതിയിട്ട് ഇനിയിപ്പോൾ എൻ്റെ കുട്ടിക്ക് പെണ്ണൊന്നും കെട്ടണ്ടേ? ഈ ജൻ്റെ ഇഷ്ടം പോലൊക്കെ കാട്ടിക്കൂട്ടില്ലോ. എനിക്ക് നല്ല മട്ടത്തിന് ഇജ് നല്ല ഷെഫി ഉസ്താദിൻ്റെ കൂടെ ഞങ്ങൾ കല്യാണം കഴിപ്പിച്ച് വിട്ടു. ഇജ് അവിടുന്ന് പോന്നു. പിന്നെ വേറൊരുത്തൻ്റെ കൂടെ പോയി. ഇപ്പോൾ ഇതാ വീണ്ടും നിനക്കൊരു കല്യാണം വന്നപ്പോൾ അതിന് സമ്മതിക്കണില്ല. എൻ്റെ കുട്ടിക്ക് ആദ്യത്തെ കല്യാണമാണ് ഓൻ കഴിക്കാൻ വേണ്ടി നിൽക്കുന്നത്. ദയവായി അനക്ക് ഇവിടെ നിൽക്കാൻ പറ്റൂലെങ്കിൽ ജയിലെങ്കിലും പോയിക്കോ. എന്നാലും ഓൻ്റെ കല്യാണം നടത്താതെ നിൽക്കൂല. കണ്ടിയില്ലപ്പോൾ ഉമ്മ പറയണത്. ഞാൻ ഇവിടുത്തെ ഇറങ്ങിപ്പോയിക്കോ. അതെ ഈ വീടിൻ്റെ ബാപ്പാൻ്റെ കൂടിയാണ്, അല്ലാതെ ഷാഹുലിൻ്റെ മാത്രമല്ല. എന്നാൽ അത് കേട്ട് ഷാഹുലിന് വല്ലാത്ത വിഷമായി. അവൻ അവളുടെ അടുത്തേക്ക് വന്നു. സീനത്തെ എന്തൊക്കെയാ മോളെ ഈ പറയണത്? ഇത് എനിക്കും നിനക്കും നമ്മുടെ ഉമ്മാക്കും ഉപ്പാക്കൊക്കെ ഉള്ള വീട് തന്നെയല്ലേ. ഒരിക്കൽ പോലും ഞാൻ എൻ്റേതാണെന്ന് അങ്ങനെ പറഞ്ഞിട്ടില്ലല്ലോ. ഇത് നിനക്കുള്ളതും എനിക്കുള്ളതും ഒക്കെ നമ്മളെ വീടല്ലത്. നീ എന്തിനാ അങ്ങനെയൊക്കെ പറയുന്നത്? പിന്നെന്താ ഓരോരുത്തരുടെ പറച്ചിൽ കേട്ടാൽ അങ്ങനെ വിചാരിക്കും. ഇനി എൻ്റെ പെണ്ണുങ്ങളെയും കൂടി എൻ്റെ തലയിൽ കയറി നിരങ്ങാജ് കൊടുന്നോ, അതേ കാര്യം എനിക്ക് നല്ലത്. എൻ്റെ പൊന്നു വേണ്ട. എടാ മോനെ ഇങ്ങോട്ട് വന്നായേ. ഉമ്മ വിളിച്ചു. ഓളോട് വല്ലാതെ കൊഞ്ചിക്കോയാൽ നിൽക്കണ്ട. ആൾ ശരിയല്ല. ഓൾ പറ്റ മോശമാണ്. എന്താ ഉള്ള സ്വഭാവം ഇങ്ങനെയെന്നാവോ. എത്രയോ പെൺകുട്ടികളെ കണ്ടിക്കണം. ഇത്രയധികം മോശപ്പെട്ട സ്വഭാവമുള്ള ഷെഫി ഉസ്താദ് രക്ഷപ്പെട്ടാണ്. ഇപ്പോൾ ഷമീറും രക്ഷപ്പെട്ടു എന്ന് തന്നെ പറയാം. ഷമീറും രക്ഷപ്പെട്ടാണ് ഇവിടെ ഷെറിൽ നിന്ന്. കാരണം ഇവളെ കെട്ടിയാൽ ഓനാകെ തുലയും. കാരണം ഷെഫി ഉസ്താദിനെ പറ്റിയ ഇടങ്ങാറൊക്കെ ഈ പെണ്ണ് ഓനക്കും കൊടുക്കും, അത് ഉറപ്പാണ്. അതുകൊണ്ട് തന്നെ പഠിച്ചോൻ കാത്തതാണ് ഇവൾ ഷെറിൽ നിന്ന്. ചില മനുഷ്യന്മാർ ആ രൂപത്തിൽ പഠിച്ചോൻ സൃഷ്ടിക്കും. അതിൽ പെട്ടാണ് ഇവള്. ഞാൻ പെറ്റ മോളാന്നിട്ട് കാര്യമില്ല, അവളെ സ്വഭാവം മഹാമോശമാണ്. തള്ളെ ചിലക്കണ്ട നിങ്ങൾ. കണ്ടോ
പെറ്റുമ്മാനോടാണ് ഞാൻ പറഞ്ഞത്, ഉമ്മ വേണ്ട ഉമ്മ, ഒന്നും മിണ്ടണ്ട. കാരണം ഇത്തയുടെ സ്വഭാവം പറ്റേ മോശമായിട്ടുണ്ട്. അതായത് ആകെ വയലൻ്റാണ്. നമ്മൾ ഈ സമയത്ത് സംസാരിക്കരുത്. തികച്ചും ഇബ്ലീസാണ് ശരീരത്തിൽ കയറി നിൽക്കുന്നത്. അത് നമ്മൾ വീണ്ടും പറയുമ്പോൾ കൂടുതൽ കൂടുതൽ ദേഷ്യമായി തീരെയുള്ളൂ. എന്നാൽ ആ പിതാവ് കരയുകയായിരുന്നു. എൻ്റെ മോൾ അവസ്ഥ എന്താ ഇങ്ങനെ? എൻ്റെ മോൾ എന്താ ഇങ്ങനെ പറയുന്നത്? എല്ലാവരെയും ചീത്ത പറഞ്ഞുകൊണ്ടും ഉപദ്രവിച്ചുകൊണ്ടും ഓൾക്കോളുടെ ഇഷ്ടത്തിന്. പെട്ടെന്ന് ആ നിങ്ങളെന്താ കരയാണോ? ഞാൻ എന്ത് ചെയ്യുക? എൻ്റെ മോളുടെ സ്വഭാവം. ഓളുള്ള ഇഷ്ടത്തിന് പൊയ്ക്കോട്ടെ, പഠിക്കാനല്ലേ ഓൾക്ക് പോകാനിഷ്ടം, പൊയ്ക്കോട്ടെ. ഞാൻ പറഞ്ഞ നല്ല മട്ടത്തിൽ തലമുടി കാണിക്കാതെ പൊയ്ക്കോ എന്നൊക്കെയാണ്. പക്ഷേ ഒതുക്കാനാവൂല. എനിക്കങ്ങനെ ഇസ്ലാമിക ചുറ്റുപാട് ജീവിക്കാൻ ഇഷ്ടമല്ല എന്നൊക്കെ പറയണത്. ഏതായാലും പഠിച്ചോ ഹിദായത്ത് നൽകട്ടെ റബ്ബേ. കാരണം പറ്റ മോശമാണ് ഇപ്പോഴത്തെ അവസ്ഥയൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ. എന്നാൽ പെട്ടെന്ന് സീനത്ത് അങ്ങോട്ടെത്തി. എന്താ ഉമ്മ? ഉപ്പാനോട് നിങ്ങളെന്താ പറഞ്ഞു കൊടുക്കണേ? ഉപ്പ, എനിക്കൊരു കാര്യം വേണം. എന്താ മോളെ? എനിക്ക് പഠിക്കാൻ പോകണം. പഠിക്കാൻ മോൾക്ക് ഇനി ഞാൻ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്യണേ. ഇനി ബാക്കി വേറെ എന്തെങ്കിലും കോഴ്സ് എടുത്ത് എനിക്ക് പഠിക്കണം. അല്ലാതെ ഇപ്പോൾ എന്താ ഇവിടെ നിന്നിട്ട്? മോളെ നീ കുരുത്തക്കേടോ എന്താ ഇപ്പം നിങ്ങളീ പറയണത്? അല്ല മോള് ശ്രദ്ധിക്കണം എന്ന് പറയാ. ആ പിതാവിൻ്റെ മനസ്സ് വല്ലാതെ വേദനിക്കുന്നുണ്ടായിരുന്നു. ഞാൻ ശ്രദ്ധിക്കും എൻ്റെ കാര്യം. പിന്നെ എന്നെ ആരും തടയാൻ നിൽക്കരുത് കേട്ടോ. എനിക്ക് എൻ്റെതായ ചില സ്വപ്നങ്ങളും ഇഷ്ടങ്ങളൊക്കെ ഉണ്ട്. അതിനനുസരിച്ച് ഞാൻ പോകുള്ളൂ. എൻ്റെ ഇഷ്ടത്തിൽ ആരും കൈ കയറി കളിക്കരുത്. എനിക്കത് ഇഷ്ടമല്ല. എനിക്ക് എൻ്റെ ഇഷ്ടമായിട്ട് ഒരുപാട് ആഗ്രഹങ്ങളും സ്വപ്നങ്ങളുണ്ട്. അതൊക്കെ എനിക്ക് പൂർത്തീകരിക്കണം. ജീവിതം ഒന്നേ ഉള്ളൂ. മാക്സിമം ആസ്വദിക്കണം. മോളെ, നിൻ്റെ കുഞ്ഞിനെ വിചാരിച്ചെങ്കിൽ എൻ്റെ കുഞ്ഞ്, അതിനെക്കുറിച്ച് എനിക്ക് പറയേ വേണ്ട, കേൾക്കും വേണ്ട. എന്താന്നില്ലേ? ശരിക്കും ആ മാതാവും പിതാവും സങ്കടപ്പെട്ടു. ശരിക്കും അതാ നമ്മുടെ ഷാഹുലും. എന്നാൽ ഈ സമയം നമ്മുടെ ഷെഫി ഉസ്താദിൻ്റെ വീട്ടിൽ ഷെഫി ഉസ്താദ് ഉമ്മയെ വിളിക്കുന്നു. ഹലോ ഉമ്മ. മോനെ, ഉമ്മാൻ്റെ കുട്ടിയെ. പിന്നെ മോന് നമ്മളടുത്ത് ഉണ്ട് കേട്ടോ. ഉമ്മ, നിങ്ങൾ എന്താ പറയുന്നത്? അതേടാ, സീനത്ത് ഇങ്ങോട്ട് വന്നിരുന്നു. ഉമ്മ, സീനത്ത് വന്നോ? അതേടാ, സീനത്ത് വന്ന് ഇവിടെ കുറച്ചേരൊക്കെ നിന്ന് കുട്ടീനെ തന്നിട്ടാണ്ട് പോയി. നോക്കിക്കോളി, എനിക്ക് പഠിക്കാൻ പോകണ്ട് പറഞ്ഞാണ്ട്. ഞാൻ വന്നപ്പോൾ കുട്ടി ഇല്ലേനെന്ന് പറഞ്ഞു. ഞാൻ കുറേ പറഞ്ഞു, പെണ്ണിന് മോളെ, കുട്ടി പാലുടിക്കുന്ന കുട്ടിയാണ്, ഈ ഇടങ്ങാറാക്കല്ലേ എന്നുള്ളത്. ശരിക്കും ഷെഫി ഉസ്താദിനത് കേട്ടപ്പോൾ വല്ലാത്ത സങ്കടമായി. ഉമ്മ, എൻ്റെ ഉമ്മ, ആ കുഞ്ഞ്. എന്നാൽ ഷെഫി ഉസ്താദ് കരയുന്നത് ബത്തുൽ കേൾക്കുന്നു. എന്തിനാ എൻ്റെ ഉസ്താദ് കരയുന്നത്? എന്തിനാണാവോ? എന്നാൽ ഉമ്മയോട് പറയുന്നു, ഉമ്മ ഞാൻ അങ്ങോട്ട് വരാന്നാൽ കുഞ്ഞിൻ്റെ കാര്യം എനിക്ക് സമാധാനമില്ല. എന്നാൽ പെട്ടെന്ന് തന്നെ അതാ ബത്തുൽ എന്ത് പറ്റി ഉസ്താദേ എന്ന് ചോദിക്കുന്നു. എന്നാൽ അവളോട് പറയുന്നു, എൻ്റെ ബത്തുൽ, നമ്മുടെ കുഞ്ഞിനെ വീട്ടിൽ കൊണ്ടുവന്നാക്കിയിട്ടുണ്ട് അവൾ. ഉമ്മയാണ് ഇപ്പോൾ അതിനെ നോക്കുന്നത്. ഉമ്മ എന്തോ പാലൊക്കെ കലക്കി കൊടുക്കണമെന്നോ എന്നൊക്കെ പറഞ്ഞത്. അതെ, അവൾക്ക് വേണ്ടത്രേ കുഞ്ഞിനെ. അവൾ ഇനിയും പഠിക്കാൻ പോവാണത്രേ, നോക്കാനാവില്ലെന്ന്. എന്താ ചെയ്യുക? എന്നാൽ ബത്തുൽ ആ നിമിഷം പറഞ്ഞു, എൻ്റെ ഉസ്താദേ, നിങ്ങൾ എന്തിനു വിഷമിക്കുന്നത്? അതെ, കുഞ്ഞിനെ കൊണ്ടുവരണം ഇങ്ങോട്ട്. ഉമ്മയെയും കുഞ്ഞിനെയും നമുക്കിങ്ങ് കൊണ്ടുവരാം. അല്ലെങ്കിൽ ഉമ്മ ഒറ്റയ്ക്കല്ലേ അവിടെ. ഷെഫി ഉസ്താദിന് അത് കേട്ടപ്പോൾ, ബത്തൂൽ, ഈ ഒരു അവസ്ഥയിൽ ഞാൻ നോക്കിക്കോളാം. എനിക്കിഷ്ടമാണ് ആ കുഞ്ഞിനെ. ഒരുപാട് വാരി പുണരാൻ തോന്നിയിട്ടുണ്ട്. പക്ഷേ സീനത്ത് എന്തെങ്കിലും വിചാരിക്കുമെന്ന് കരുതിയിട്ട് ഞാൻ ക്ഷമിച്ചതാണ്. അതെ, അള്ളാഹു എനിക്ക് ആ കുഞ്ഞിനെ തരികയാണെങ്കിൽ ഞാൻ പൊന്നു പോലെ നോക്കും. ബത്തൂല് സ്നേഹത്തോടു കൂടി അത് പറഞ്ഞു. നമ്മുടെ ഉമ്മയും രക്ഷപ്പെടും. ഉമ്മ ആർക്ക് വേണ്ടിയിട്ട് അവിടെ ഇങ്ങനെ നിൽക്കുന്നത്? സീനത്തെങ്ങാനും തിരിച്ചു വരുമോ എന്നുള്ള രീതിയിലാണ് ഉമ്മ അവിടെ നിന്നത്. പക്ഷേ എന്ത് ചെയ്യാൻ, നമുക്ക് ഉമ്മയെയും കുഞ്ഞിനെയും ഇങ്ങോട്ട് കൊണ്ടുവരാം. മോളെ, എന്നാൽ ഞാനൊരു എമർജൻസി ടിക്കറ്റ് എടുത്തിട്ട് പോകട്ടെ കേട്ടോ വീട്ടിലേക്ക്, എൻ്റെ ഉമ്മയെയും കുഞ്ഞിനെയും കൊണ്ടുവരാൻ. ബത്തൂൽ, ഉമ്മയോടും ഉപ്പയോടൊക്കെ ഒന്ന് പറഞ്ഞേക്കണം കാര്യങ്ങൾ കേട്ടോ. എന്നാൽ നീ അങ്ങോട്ട് പോയിക്കോ, ആ വീട്ടിലേക്ക്. ഞാൻ ടിക്കറ്റിൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കട്ടെ. ആയിക്കോട്ടേക്ക, ഒന്നും വിഷമിക്കണ്ട, എനിക്കും വരാൻ ആഗ്രഹമുണ്ട്, ഞാനും വന്നോട്ടെ. ശരിക്കും അതാ ബത്തൂലിൻ്റെ ആ ഒരു വാക്കുകൾ കേട്ടപ്പോൾ, മോളെ, നീ ഈ സമയത്ത് ഇത്രയധികം ദൂരം യാത്ര, അതൊന്നും കുഴപ്പമില്ല, ഞാനും വരാം. അങ്ങനെ അതാ ഉമ്മയുടെയും ഉപ്പയുടെയും സമ്മതത്തോടു കൂടി അവർ നാട്ടിലേക്ക് തിരിക്കുന്നു. എന്നാൽ അതാ ഇതൊന്നും
അവൾ അറിയുന്നില്ല. സീനത്ത് ഇതൊന്നും അറിയുന്നേയില്ല. ഇനിയൊരു പക്ഷെ തൻ്റെ കുഞ്ഞിനെ കൊണ്ടുപോകാൻ ഷെഫി ഉസ്താദും ബത്തൂലും വരും എന്നറിഞ്ഞാൽ തീർച്ചയായും അവള് തിരിച്ചു കുഞ്ഞിനെ കൊണ്ടുപോകാനും അതൊരു കാരണമാകും. ഒരിക്കലും അവർക്ക് വിട്ടുകൊടുക്കില്ല എന്ന് പറഞ്ഞ് കുഞ്ഞിനെ ബുദ്ധിമുട്ടാക്കാനൊക്കെ ചാൻസ് ഉണ്ട്. അതെ, അതുകൊണ്ട് തന്നെ ഒന്നും ആരോടും പറഞ്ഞില്ല. ഷെഫി ഉസ്താദ് ബത്തൂലിനോട് പറഞ്ഞു, ബത്തൂൽ നിനക്ക് ബുദ്ധിമുട്ടാകണമെങ്കിൽ ഇല്ല ഉസ്താദ്, എനിക്കൊരു ബുദ്ധിമുട്ടില്ല. അങ്ങയുടെ കൂടെയുള്ള ഓരോ നിമിഷവും എനിക്ക് സന്തോഷമാണ്. എന്നാൽ പാവം ബത്തൂൽ അത് പറഞ്ഞിരുന്നു, സീനത്ത് ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ തയ്യാറാവുകയാണെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ടവരെ തിരിച്ചെടുത്തോളൂ, എനിക്കതിന് കുഴപ്പമില്ല എന്നും അവൾ അന്ന് പറഞ്ഞിരുന്നു. പാവമാണ് ആ പെൺകുട്ടി. കാരണം അവൾ ഒരാളെയും വേദനിപ്പിക്കാത്തതാണ്. തൻ്റെ പ്രിയപ്പെട്ട ഉസ്താദ് തന്നെ ഖുർആനിലൂടെ ഒരുപാട് ഭൂമിയിലെ അത്ഭുതങ്ങളെല്ലാം പരിചയപ്പെടുത്തി തന്നു. ഒടുവിൽ അവൾക്ക് ഉസ്താദിനോട് ഒരു ഇഷ്ടം തോന്നുകയായിരുന്നു. എന്തെന്നറിയില്ല. എന്നാൽ അള്ളാഹുവിൻ്റെ അനുഗ്രഹം കൊണ്ട് അവർ ഒരുമിക്കുകയും ചെയ്യുകയായിരുന്നു. മാഷാ അള്ളാഹ്, വൈകാതെ ഗർഭിണിയാവുകയും ചെയ്തു. അതെ, തൻ്റെ പ്രിയപ്പെട്ട മകൾക്ക് പറ്റിയൊരു ഇണയെയാണ് ഷെഫി ഉസ്താദ് എന്ന് പേരുള്ള ഇണയെയാണ് കിട്ടിയത് എന്നറിഞ്ഞപ്പോൾ ആ മാതാപിതാക്കൾക്കും ഒത്തിരി സന്തോഷമായി. മകളുടെ കാര്യത്തിൽ ഇനി വിഷമിക്കേണ്ട എന്നും അവർ വിചാരിച്ചു. സ്വാലിഹ ഒരു ഭർത്താവിൻ്റെ കൈകളിലാണ് എൻ്റെ പൊന്നുമോളെ ഞാൻ ഏൽപ്പിച്ചിരിക്കുന്നത്, അതുകൊണ്ട് എനിക്ക് ഒട്ടും ഭയമില്ല. അതായിരുന്നു ആ പിതാവ് വിചാരിച്ചത്. എന്നാൽ ഇങ്ങനൊരു വാർത്ത അവർ ഒരിക്കലും പ്രതീക്ഷിച്ചതല്ല. ശരിയാണ്, ഷെഫി ഉസ്താദിൻ്റെ കുഞ്ഞിനെ കൊണ്ടുവരുന്നു എന്നുള്ള കാര്യം അവർ അറിഞ്ഞിട്ടുമില്ല. എന്നാൽ ഈ സമയം ഷമീറിൻ്റെ വീട്ടിൽ ആകപ്പാടെ ശോകമൂകമായ നിമിഷങ്ങളാണ് അവിടെ. അന്നും ഷമീർ പോലീസ് സ്റ്റേഷനിലേക്ക് പോകാൻ കൂട്ടാക്കിയില്ല. മോനെ, ഉമ്മാൻ്റെ കുട്ടി ഇന്നെങ്കിലും പൊയ്ക്കോളി, പോയത് പോയി, നമുക്ക് അള്ളാഹു വിധിച്ചതല്ലേ ലഭിക്കുകയുള്ളൂ. മോൻക്കറിയാലോ വിധി എന്നത്. അതെ, അത് നമ്മുടെ രണ്ട് ചുണ്ടുകളിലിടയിലാണെങ്കിൽ പോലും അള്ളാഹു വിധിച്ചിട്ടില്ലെങ്കിൽ അത് നഷ്ടപ്പെടും. ഈ ഏഴാം ആകാശത്തിൻ്റെ മുകളിലാണെങ്കിൽ പോലും നമുക്ക് വിധിച്ചതാണെങ്കിൽ നമ്മുടെ കൈകളിൽ കിട്ടുമെന്നല്ലേ. മോൻ അതിൽ വിശ്വസിക്കുന്നില്ലേ? സാരമില്ല, ഹയറായത് കൊടുക്കണേന്നാണ് ഞാൻ എപ്പോഴും എൻ്റെ മകൻക്ക് വേണ്ടി അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചത്. അതൊരു പക്ഷേ മോനെ ഹയറല്ലായിരിക്കും, അതുകൊണ്ടായിരിക്കും അങ്ങ് തട്ടിത്തെറിച്ച് പോയത്. കാരണം അങ്ങനെയുള്ള കേസൊക്കെ നമ്മൾ ഹയറല്ലാത്ത നമ്മളെടുത്ത് വന്നു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടല്ലേ മോനെ. ഷെഫി ഉസ്താദ് കുറേ അനുഭവിച്ചതല്ലേ. ഷെഫി ഉസ്താദിൻ്റെ അടുത്ത് നിന്നല്ലേ രാജേഷിനെ പോള് പോയത്. അപ്പോൾ ഇനിയും വല്ല തെറ്റുകളിലേക്കും വന്ന് വീണ് പോയാലേ നമ്മളാകെ വിഷമിക്കൂലേ എൻ്റെ പൊന്നു മോനെ. അതുകൊണ്ട് പടച്ചോൻ നമുക്ക് വിധിച്ചിട്ടുണ്ടാവില്ല. കാരണം ഒരു പക്ഷെ അത് ഹയറല്ലായിരിക്കും, അതായിരിക്കും. മോന് വിഷമിക്കല്ലേ, മോന് പോലീസിലേക്ക് പോയിക്കോളി. അങ്ങനെ സങ്കടത്തോടെ ഇരിക്കുന്ന ഷമീർ അന്ന് ഫ്രഷായി. പോലീസ് യൂണിഫോം ഇടുമ്പോഴും അവൻ്റെ മനസ്സ് നിറയെ ദുഃഖമായിരുന്നു. ഉമ്മയോട് സലാം പറഞ്ഞുകൊണ്ട് അവൻ പോലീസ് സ്റ്റേഷനിലേക്ക് പോവുകയാണ്. ഉമ്മ, അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം. മോന് വിഷമിക്കല്ലേ, മോൻ്റെ മുഖത്താ പുഞ്ചിരി ഇല്ലല്ലോ ഉമ്മ. അതെ, എല്ലാവരോടും ഞാനത് പറഞ്ഞിരുന്നു, എൻ്റെ നിക്കാഹിൻ്റെ കാര്യം എല്ലാവരോടും പറഞ്ഞ് സെറ്റാക്കിയതായിരുന്നു. പക്ഷേ മോൻ സാരല്ല, അത് പഠിച്ച റബ്ബമ്മ ഹയറാക്കിയിട്ടില്ലേ, പോവട്ടെ എടാ. ഉമ്മാൻ്റെ പ്രാർത്ഥന ഉണ്ടാകുമ്പോൾ എൻ്റെ കുട്ടി പേടിക്കണ്ട കേട്ടോ, പോയിക്കോളി. അതെ, ഉമ്മ അവനെ ആശ്വസിപ്പിച്ചു. അങ്ങനെ അവൻ പോലീസ് സ്റ്റേഷനിൽ എത്തി. സ്റ്റേഷനിലെത്തിയപ്പോൾ എല്ലാവരും അവന് സല്യൂട്ട് ചെയ്തു. അവൻ്റെ മുഖത്ത് അവൻ പുഞ്ചിരി വരുത്തി തീർത്തു. പക്ഷേ മനസ്സിൻ്റെ ഉള്ളിൽ വിഷമമായിരുന്നു. ആ ഡിപ്പാർട്ട്മെൻറ്റിലുള്ള ആളുകളെല്ലാം അവനോട് ചോദിച്ചു, ഷമീർ എന്തു പറ്റി, മുഖത്ത് വല്ലാത്തൊരു വിഷമം. എല്ലാവരും അത് പറയുന്നു. ഒന്നുമില്ല. അല്ല, ഇങ്ങനെയല്ലല്ലോ, നിറഞ്ഞ പുഞ്ചിരിയോടുകൂടെ വരുന്ന നിൻ്റെ ആ മുഖത്ത് ചെറിയൊരു കരിനിഴൽ വീണാൽ പോലും ഞങ്ങൾക്ക് അതറിയാം. നിൻ്റെ മനസ്സിൻ്റെ ഉള്ളിൽ വല്ലാതെ വിഷമിച്ചിരിക്കുകയാണല്ലോ. ഷമീർ എന്തു പറ്റിയടാ മോനെ, എന്തു പറ്റി? എല്ലാവരും അവന് ചുറ്റുഭാഗത്തും കൂടി. എന്നാൽ ഷമീർ എന്ത് പറയണമെന്നറിയാത്ത അവസ്ഥയായിരുന്നു. ഒരു പെണ്ണ് എന്നെ തേച്ചെന്ന് കരുതിയിട്ട് ഞാൻ ഇവരുടെ മുമ്പിൽ കരയാൻ പാടില്ലല്ലോ. അവൻ്റെ മനഃശക്തി വീണ്ടെടുത്ത് പറഞ്ഞു, ഇല്ല, ഒന്നുമില്ല, ദയവായി ഒന്നുമില്ലായിട്ടാണ്. എന്നാൽ പെട്ടെന്നതാ DGP സാർ അങ്ങോട്ട് കടന്നു വരുന്നു. അസ്സലാമു അലൈക്കും ഷമീർ. എന്നാൽ ഷമീർ സലാം അടക്കിക്കൊണ്ട് എഴുന്നേറ്റ് സല്യൂട്ട് ചെയ്തു. എന്താ ഷമീർ, എനിക്കാണോ നീ സല്യൂട്ട് ചെയ്യുന്നത്? ബെസ്റ്റ്, എനിക്ക് സല്യൂട്ടൊന്നും ചെയ്യണ്ട കേട്ടോ. അതെ, അദ്ദേഹത്തിൻ്റെ ആ ഒരു ഘനഗംഭീരമുള്ള ശബ്ദത്തിൽ ചിരിച്ചുകൊണ്ട് DGP സാർ ഷമീറിൻ്റെ അടുത്തേക്ക് വന്നിരുന്നു.
ഇൻഷാ അല്ലാ നമുക്കിതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.